നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച മദ്രാസിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിഷ്ണു നമ്മളൊപ്പം ഉണ്ട്. ഇതിന് മുമ്പേ ഒരു അനൗൺസ്മെൻറ്റ്. മണിപ്പീച്ച്.com-ൽ തമിഴിലും ഇംഗ്ലീഷിലും ആർട്ടിക്കിൾ പെട്ടെന്ന് വരും. പ്രീമിയം ആർട്ടിക്കിൾസ് മാത്രം തന്നെ ഇംഗ്ലീഷിൽ വരും. മറ്റ് കാര്യങ്ങളൊക്കെ തമിഴിൽ മാത്രം തന്നെ ഇരിക്കും. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു വളരെ ഡീറ്റെയിൽഡ് അതിനെക്കുറിച്ച് പറയാൻ. ഞാൻ ഡീറ്റെയിൽഡായി പറയാം. തമിഴിൽ ഒരാഴ്ചയ്ക്ക് മിനിമം 10 ആർട്ടിക്കിൾ വരും. അതിൽ 4 സബ്സ്ക്രൈബർ ആർട്ടിക്കിൾ ആയിട്ടിരിക്കും. ഇവരെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിനെ കുറിച്ച് അവിടെ ഞാൻ പറഞ്ഞിരിക്കും. നിങ്ങൾ 1 മന്ത്, 6 മന്ത് അല്ലെങ്കിൽ 12 മന്ത് അതിനനുസരിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നുള്ള ചോദ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെന്നൈയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ ബോൺഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ സാർ, ഏത് ഏജ് ഗ്രൂപ്പിൽ ഇരുന്നാണ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ്. ഇതിന് ഏജ് ഗ്രൂപ്പ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് 50-50 ആണ് കറക്റ്റ്. അതായത് 50% ബോണ്ട്, 50% ഇക്വിറ്റി എന്ന് പറയുന്നതാണ് കറക്റ്റായ ഗെയിം. അല്ലെങ്കിൽ 50-40 ബോണ്ട്സ്, 60-40. ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ 100-8 എന്നൊക്കെ പറയുന്നല്ലേ സാർ? 96 വയസ്സിൽ ബഫറ്റ് ഇന്ന് വാല്യൂ നോക്കി സ്റ്റോക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്താണ് സിറ്റുവേഷൻ ഇരിക്കുന്നു, എന്ത് സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്നതനുസരിച്ചാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് ഒരു യങ് ഗേൾ, ഷീസ് എ സിംഗിൾ മദർ വിത്ത് 2 കിഡ്സ്. ഷീ കനോട്ട് അഫോർഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു അമ്മച്ചിക്ക് 90 വയസ്സാവുന്നു. അവരെ ഹസ്ബൻഡ് വന്നിട്ട് IAS ഓഫീസറായിരുന്നു. ഏതെങ്കിലും ഒരു വലിയ ഓഫീസറായിരുന്നു എന്ന് വെച്ചോ. ₹1,00,000 പെൻഷൻ വരുന്നു എന്നാൽ അവർ വന്നിട്ട് ഇരിക്കുന്ന കാശിനൊക്കെ അവരെ പേത്തിക്കോ പേരനോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളെ സിറ്റുവേഷൻ ലൈഫിൽ എന്തിരിക്കുന്നോ അതിനെ വെച്ച് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നോട്ട് യുവർ ഏജ്. സർ, ബോണ്ടിനെ പൊരുത്ത മട്ടിൽ സേഫ് ബോണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യണം? ഏത് ബോണ്ടാണ് സേഫ്, ഏത് ബോണ്ടാണ് മോഡറേറ്റ് റിട്ടേൺസ് തരുന്നു എന്ന് അറിഞ്ഞ് നമുക്ക് ചെയ്യാമോ? ഓവറാൾ അതിനെങ്ങനെയാണ് സെലക്ട് ചെയ്യണം അതിനെയാണ് ചോദിക്കുന്നത് സർ. നിങ്ങൾ വന്നിട്ട് വിനോദ് ശ്രീനിവാസന് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. സ്റ്റോക്കിൽ കൂടെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാത് കൊടുത്തേ കേൾക്കുന്നില്ല. ഞാനിപ്പം ബോണ്ടിൽ പറഞ്ഞ് നിങ്ങളത് തെറ്റാ മനസ്സിലാക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അകപ്പെട്ടെങ്കിൽ ഞാൻ പൊറുപ്പേക്കാൻ പറ്റത്തില്ല. ആദ്യം ബോണ്ടിൽ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുത്തന്നെ കടം കൊടുക്കുകയാണെങ്കിൽ അവന് തിരികെ തരേണ്ട കപ്പാസിറ്റി ഇരിക്കുന്ന എന്ന് നോക്കണം. അതിന് ഒരുപാട് ഈക്വേഷനൊക്കെ ഉണ്ട്. അടുത്തത് അവന് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിലും അത് കൊടുക്കണം എന്ന എണ്ണം ഉണ്ടാകുന്നു നോക്കണം. രണ്ടും തന്നെ വെദർ ഹി ഹാസ് ലിക്വിഡിറ്റി ടു പേ, വെദർ ഹി വാണ്ട്സ് ടു പേ. ഇൻ കേസ് അവരെ കൊണ്ട് കെട്ടാൻ പറ്റുന്നില്ല എങ്കിൽ റിക്കവറി എന്താണ് റൂട്ട്. ഇത് മൂന്നാമത് കാര്യം. നാലാമത് കാര്യം എന്തെന്ന് വെച്ചാൽ ഫണ്ടിനെ എൻ്റർ ചെയ്യുന്നത് ഈസി, എക്സിറ്റ് ആണത് കഷ്ടമാണ്. ബോണ്ടിനെ എപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്നതിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബോണ്ടിനെ എൻട്രി ചെയ്യുന്നത് ഈസിയാണ്. മെനു പോലെ എൻട്രി ചെയ്തുകൊണ്ട് അക്കരത്തിൽ മാറ്റി വെളിയിൽ വരാൻ പറ്റാത്തതുപോലെ ഇരിക്കും. സോ എങ്ങനെയാണ് ഇത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വിനോദിന് മെസ്സേജ് ചെയ്ത് കേൾക്കാം. ഹൗ ടു ചൂസ് സേഫസ്റ്റ് ബോണ്ട്സ്, അതായത് അതിനെന്തെങ്കിലും റൂൾ ഇരിക്കുന്ന എന്ന് ചോദിക്കുമ്പോൾ സർ, ഇതൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. ഞാൻ തിരികെ പറയണത് എന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങളതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ തെറ്റാ മനസ്സിലാക്കി അത് തെറ്റാ തന്നെ നിങ്ങളതിനെ വാങ്ങും. എന്ന് പറഞ്ഞാൽ കൂപ്പൺ റേറ്റിനെ നോക്കി 15% തരുന്നെന്ന് പറഞ്ഞ് അവൻ്റെ പുറകിൽ നിങ്ങൾ ഓടും. അതൊക്കെ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഇതിൻ്റെ പുറകിൽ വരുന്നില്ല. ഓക്കെ സർ, ഫൈൻ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ അതർ ദാൻ റേറ്റിംഗ്സ്, നെറ്റ്വർത്ത് ഓഫ് ദി കമ്പനി, റവന്യൂ ഇതൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് സർ. കമ്പനിയുടെ സോൾവൻസി റേഷ്യോ നോക്കണം, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കണം, നിങ്ങൾസ് ടു പേ ദി ബാറോവർ നോക്കണം. ഇത് ആൾക്കാർ കാശ് ഇരുന്നാലും കൊടുക്കണ്ട എന്ന് തീരുമാനിക്കും ഒക്കെ നോക്കണം. നിങ്ങൾക്ക് വന്ന റിക്വസ്റ്റ് ഒന്ന് കോർട്ടാണ്. സോ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുകേഷ് അംബാനി എനിക്ക് എന്ത് തന്നാലും ഞാൻ തരത്തില്ല. വലിയ കമ്പനി 7% കൊടുക്കും. മുകേഷ് അംബാനിയുടെ പർച്ചേസ് പെയ്ഡ് റീചേജ് ഞാൻ നോക്കിയിരിക്കുന്നു. 80 ഡേയ്സ് പറഞ്ഞെങ്കിൽ 180 ഫസ്റ്റ് ഡേ തന്നെ കൊടുക്കും. ഏർലിയസ്റ്റ് കുറച്ച് മുമ്പേ കൊടുക്കാൻ റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യും. എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതും അവർ ചെയ്യും. ഒക്കെ നമുക്ക് സെറ്റാകില്ല. നമുക്ക് വണ്ടി എന്ന് പറയുമ്പം ആ ദിവസം കറക്റ്റായിട്ട് വരണം. എന്തിനാണ് നമ്മൾ കോംപ്രമൈസ് ആവണം? ഇപ്പോൾ അവരുടെ അനിയൻ അൽവ കൊടുത്തിരിക്കുന്നു. ന്യായസ്ഥനായിരുന്നെങ്കിൽ അവൻ്റെ അനിയൻ്റെ കാശ് ഇവൻ തരണം. അവൻ എന്ത് പറയും? എൻ്റെ അടുത്ത് കാശില്ല, എൻ്റെ അനിയൻ്റെ അടുത്ത് നീ ചോദിച്ചോ എന്ന് പറയും. രതൻ ടാറ്റ മരിച്ചു. രതൻ ടാറ്റയുടെ സ്വത്തിന് നിനക്ക് തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? രതൻ ടാറ്റ കയറിത്തിട്ട് കടന്ന് തിരികെ തരാൻ പറ്റൂലെന്ന് പറയുമോ? റൈറ്റ് സർ. അടുത്തത് വന്നിട്ട് ഒരു ബോണ്ടിൽ ടെന്യൂറും എങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യണം? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കൊടുത്ത കാശ് തിരികെ വരുമോ, വണ്ടി കെട്ടാൻ കപ്പാസിറ്റി ഇരിക്കുന്ന ഇത് രണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ബോണ്ടിന് റിട്ടേൺസിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ? നിഫ്റ്റി 50 SIP ചെയ്യട്ടെ?
പി ജി ഇൻവീറ്റിലിരട്ട എന്ന് ചോദിച്ചിരിക്കുന്നു സർ. ഫണ്ട്സിൻ്റെ റിട്ടേൺസിനെ എടുത്ത് പട്ടാസ് ലിസ്റ്റിലിടാം, ഇല്ലെങ്കിൽ നിഫ്റ്റിയിലിടാം. ഓക്കെ സാർ. ഇപ്പോൾ ഒരു HNE ബോണ്ട് ഇട്ടിരിക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റിട്ടേൺസ് വന്ന് ചിലപ്പോൾ ലക്ഷങ്ങൾ വരുന്നെന്ന് വെച്ചോ സാർ. അതിനെങ്ങനെയാണ് സാർ പിരിച്ചിടേണ്ടത്? 1/3 ഗോൾഡ് ബീസ്, 1/3 നിഫ്റ്റി, 1/3 പട്ടാസ് ലിസ്റ്റ്, 1/3 ഗോൾഡ് ബീസ്, 1/3 നിഫ്റ്റി. 1/3 പട്ടാസ് ലിസ്റ്റ്. പുള്ളി നിങ്ങൾ തിരികെ ബോണ്ട് വാങ്ങിക്കണ്ടാമോ സാർ? അത് നിൻ്റെ ഇഷ്ടം. നിനക്ക് തിരികെ ബോണ്ട് വാങ്ങാൻ കാശ് ഇരിക്കുന്നു, വേറെയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാങ്ങാം. ഇല്ല, എൻ്റെ അടുത്ത് ഇല്ല, 3% ഓഫ് ദി ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് 4 ലക്ഷം താണ്ടിയ ഉടനെ തിരികെ ബോണ്ടിലിടാം. ഈ ചോദ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാർ. എനിക്ക് ഒരു വീട് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങണം എന്ന് നോക്കുന്നു. 30 ലക്ഷം രൂപ വച്ചിരിക്കുന്നു. ആ 30 ലക്ഷത്തിന് ഞാൻ ബോണ്ടിൽ ഇട്ടുകൊണ്ട് ഹൗസിംഗ് ലോൺ 30 ലക്ഷത്തിന് എടുത്ത് ഇൻട്രസ്റ്റ് ഞാൻ കെട്ടട്ട. എന്തെന്ന് വെച്ചാൽ ഇതിലെനിക്ക് 10% വരും. എനിക്ക് 8% തന്നെ ഇൻട്രസ്റ്റ്. തിരികെ ഞാൻ പറയുന്നു, 30 ലക്ഷത്തിന് നിനക്ക് വീട് കിട്ടൂല. ഇല്ല സാർ, അവർ ഡൗൺ പേയ്മെന്റിന് പറയണമെന്ന് വെച്ചോ സാർ. സാമ്പിളിന് ഒരു 30 ലക്ഷം എന്ന് വയ്ക്കാം സാർ. 1 കോടി രൂപ എന്ന് വയ്ക്കാം സാർ. 30 ലക്ഷം ഇരിക്കുവാണെങ്കിൽ നിനക്ക് വർണ്ണ വട്ടിയിൽ ഒരു പോർഷൻ എടുത്ത് വാടകയ്ക്ക് കൊടുത്തോണ്ട് മീതിനെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഒക്കെ തന്നെ സ്വന്തം വീട് വേണമെന്ന് നിൽക്കുന്നേ സാർ. അത് നമ്മളെ ഐഡിയോളജിയിലേ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ സംസാരിക്കണം? എന്നെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് 30 ലക്ഷം രൂപ ഇരിക്കുന്നു, വീടിന് ബദലായിട്ട് ബോണ്ടിലിട്ട് വർണ്ണ ഇൻട്രസ്റ്റിലിരുന്ന് EMI കെട്ടിയുണ്ട്, മേണിങ് ഇരിക്കുന്നതിനെ ഗോൾഡ് പീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ സാർ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സർപ്ലസ് എമൗണ്ട് ഇരിക്കുന്നു. 6 ലക്ഷം രൂപ കയ്യിൽ വെച്ചിരിക്കുന്നു. 1 ലാക്ക് നാറ്റ്കോ, 1 ലാക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതൊന്നും വാങ്ങണ്ട. 6 ലക്ഷം രൂപ ബോണ്ടിലിട്ട് എന്നാൽ ലിസ്റ്റിൽ നിങ്ങൾ നാറ്റ്കോ സൗത്ത് ഇന്ത്യൻ നോക്കാം. ഈ ഒരു ലിസ്റ്റ് വെച്ചിരിക്കുന്നു സാർ. അപ്പോൾ ആ ലിസ്റ്റിനെ പിരിച്ചിടാൻ പറയാം. അതായത് പട്ടാസ് ലിസ്റ്റിലിരുന്ന് പിരിച്ചിടാൻ പറയാം. ബട്ട് ഫസ്റ്റ് ക്യാപിറ്റലിനെ സേവ് ചെയ്യണം. അതെ, ക്യാപിറ്റൽ പ്രിസർവ് ആവണം. ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ സംശയം വരുമല്ലോ സാർ. ക്യാപിറ്റൽ പ്രിസർവ് ആവാൻ തന്നെ ബോണ്ട് എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ ഇടുമ്പോൾ എൻ്റെ ക്യാപിറ്റലിനെ എന്നൊരു സംശയം വരുമല്ലോ സാർ. സംശയത്തോടെ വരരുതെന്നാണ് ഞാൻ പറയുന്നു. എല്ലാ കമ്പനീസിലും അപ്സ് ആൻഡ് ഡൗൺ ഇരിക്കും. സ്റ്റീൽ കമ്പനി ഇങ്ങനെ ഡൗൺ ആകും നീ ആരും വിചാരിച്ച? സ്റ്റീൽ കമ്പനി, ഞാൻ ടാറ്റ സ്റ്റീലാണ് പറഞ്ഞത്. പക്ഷെ നാറ്റ്കോയും എത്രയോ വീഴുന്നു, തിരികെ വന്നിരിക്കുന്നു. അതന്നെ ഞാനും തിരികെ പറയുന്നു. ടാറ്റ സ്റ്റീൽ എല്ലാം അങ്ങനെ തന്നെ. എനിക്ക് പേടിയുണ്ടെങ്കിൽ സ്റ്റോക്കിനടുത്തേ വരണ്ട. സാർ, ഞങ്ങൾ അഡ്വൈസ് പ്രകാരം ഞാൻ 800 ഗ്രാം ഗോൾഡ് ജ്വല്ലറി വെച്ചിരിക്കുന്നു. 130 ഗ്രാം കോയിൻ വെച്ചിരിക്കുന്നു. ഇത്രയും മതി, വളരെ കൂടുതലാണ്. കോയിൻസിനെ കൊടുത്തിട്ട് ബോണ്ടിന് മാറ്റട്ട. കോയിനെ കൊടുത്തെങ്കിൽ ബ്ലാക്കിൽ തന്നെ ക്യാഷ് വരും. ഈ കോയിൻസിനെ ഗോൾഡാ മാറ്റി അതിനെ പ്ലെഡ്ജ് ചെയ്ത് ബോണ്ട് വാങ്ങാം. കാരണം ഇൻട്രസ്റ്റ് തരുന്ന നിങ്ങൾക്ക് ലോൺ അടയ്ക്കാം. അത്രയും തന്നെ. സാർ, ഈ ICICI പൊട്ടൻഷ്യൽ AMC വന്നിട്ട് IPO ആയിട്ട് 10,000 കോടി രൂപ. വളരെ കോസ്റ്റ്ലി, എല്ലാത്തിനെയും സ്ക്യൂസ് ചെയ്ത് എടുത്തിരിക്കുന്നു. വലിയ ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നും ഇരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ലിസ്റ്റിംഗ് ഗെയിൻ ആയെങ്കിൽ വിത്ത് അടിച്ചു കുറയ്ക്കും ഒരു മാസത്തിനകത്ത്. അടുത്തത് ഈ ആകാശ എയർലൈൻസും IPOന് ട്രൈ ചെയ്യണതായിട്ട് പറയുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു വിപ്രോ ഇടുമോ എന്ന്. വിപ്രോ എന്തുകൊണ്ട് കാശിട്ടിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്ന മുമ്പിൽ കാശിട്ടിരിക്കുന്നു, കറക്റ്റായി എടുത്തിട്ട് പോകാൻ റെഡി ആയിരിക്കുന്നു. IPO കിട്ടിയെങ്കിൽ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഇരിക്കും. വെയിറ്റിംഗ് പീരീഡ് പോയതും വെളിയിൽ പോകും, അത്രയും തന്നെ. ആകാശ ഇങ്ങനെ ചെയ്യാൻ വലിയ സപ്പോർട്ടർ ആരുമില്ല. ആഴ്ചയ്ക്ക് നിങ്ങൾ ഇൻഡിഗോ ആർട്ടിക്കിൾ വായിച്ചു, ആഴ്ചയ്ക്ക് ഒരു പ്ലെയിൻ ഇറക്കണം. നിങ്ങൾ ഇപ്പോഴേ പബ്ലിക്കാ പോയില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഒരു പ്ലെയിനൊന്നും ഇറക്കാൻ പറ്റൂല. ഇപ്പോൾ ഇൻഡിഗോയിൽ ഇത്രയും വലിയ പ്രശ്നമായിരിക്കുന്നല്ലോ സാർ. ഇൻഡോഗ്ലോബ് ഏവിയേഷൻ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് സാർ? ഞാൻ എന്നും എയർലൈൻ ഷെയർ ഒന്നും വാങ്ങിയതില്ല, വാങ്ങത്തേ ഇല്ല. ഒരു ഷോർട്ട് ടേമിൽ ഒരു 10, 20, 30%. ഈ ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റേ ഇല്ല. ഞാൻ ഇതുവരെ വാങ്ങിയതുമില്ല, ഞാൻ വാങ്ങുമില്ല. ഈ ചോദ്യത്തിന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നു സാർ, ഇൻഡിഗോ 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 എന്ന്. ഒരു ഘട്ടത്തിൽ എയർ ഇന്ത്യ വന്നാൽ കൂടെ ഞാൻ വാങ്ങൂല. ഓക്കെ, ഫൈൻ സാർ. അടുത്തത് LNT വന്നിട്ട് അവർ ന്യൂക്ലിയർ ഇതിൽ ഇപ്പോൾ കാൽ എടുത്ത് വച്ചിരിക്കുന്നു സാർ. സാർ, അവർ വന്നിട്ട് ഇവരെ കിട്ടാക്കിലിരിക്കുന്ന ന്യൂക്ലിയർ പ്ലാന്റ് അവർ തന്നെ കെട്ടിയത്. ക്രിട്ടിക്കൽ ടെക്നോളജി അവരുടെ അടുത്ത് ഇരിക്കുന്ന ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ ഒരു കോൺട്രാക്റ്റും അവർക്ക് കൊടുക്കുന്നതില്ല. ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ അവർക്ക് കോൺട്രാക്ട് കൊടുക്കുമെന്ന് പറയുന്നു. അത് അവൻ കെട്ടും. അടുത്തത് വന്നിട്ട് മൈക്രോസോഫ്റ്റ് CEO സത്യനാരായൺ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കോഗ്നിസൻ, ഇൻഫോസിസ്, TCS, വിപ്രോ ഇവരൊപ്പം വന്ന് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നു AI അഡോപ്ഷന് വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇടും, ഗൂഗിളിൻ്റെ ഒപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ഇടും, അല്ലെങ്കിൽ ആൻഡ്രപ്പിയുടെ ഒപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ഇടും. എക്സാക്ട്ലി സർ. AI എന്ന ഒരു കാര്യത്തിന് വെച്ച് ഓപ്പൺ AI വന്നിട്ട് ഇവരെ കൂടെ ടൈപ്പ് ചെയ്യും. പിന്നെ 2 കമ്പനി ഷെയറും പടപടന്ന് കയറും. പിന്നെ പെട്ടെന്ന് കുറയാൻ തുടങ്ങും. ഈ പൊരുത്തം മട്ടിൽ TCS, ഇൻഫോസിസ്, വിപ്രോ ഇപ്പം മൈക്രോസോഫ്റ്റ് ഒരു പാർട്ട്ണർഷിപ്പ് വയ്ക്കും. ടെക് മഹേന്ദ്ര ഇടും, HCL ഇടും, വിപ്രോ ഇടും. സർ, ഷെയർ പ്രൈസിന് മുകളിൽ കയറ്റാനേ വെച്ചിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ അവരുടെ തന്നെ ചോദിക്കണേ, എനിക്കൊന്നും അറിയുന്നില്ല. ഓക്കെ സർ, ഫൈൻ. ഇന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു. താങ്ക് യു സർ. നന്ദി, നമസ്കാരം.